ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഡിസ്പ്ലേ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡ് സ്വാഗതം. ഒരു എപ്പിസോഡും കൂടി മതി, നമുക്ക് 10ാമത്തെ എപ്പിസോഡാവും. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ബിൽഡൊന്നും ചെയ്യുന്നില്ല. അതേപോലെ ഞാൻ വേറൊരു സാധനം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നാളെ ക്രിസ്മസ് അല്ലേ, എനിക്ക് നാളെ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ എനിക്ക് ആഘോഷിക്കണം, എനിക്ക് വീഡിയോ ഇട്ട് നടക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതി. ഇന്നാണ് ഞാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബിൽഡ് ഇനി ഉടനെ കത്തിക്കും. ഞാൻ അതിൻ്റെ TNT ഒക്കെ വെച്ചിട്ടുണ്ട്. അത് പൊട്ടിയൊന്ന് തെറിക്കും ഞാൻ കത്തിക്കുന്നു. അത്രയ്ക്ക് കിടിലൻ ഇതായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വരും എൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ കാണിക്കുന്ന കണ്ടിട്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാറിക്കടാന്നാണ് പറയുന്നത്. ഇവനേതാണ് ഈ കൊച്ചിറക്കൻ? ഞാൻ ഇന്നേ ചുമ്മാ ഒന്ന് യൂട്യൂബ് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സാധനം കണ്ടതാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഇതുവരെ അറിഞ്ഞില്ല നമ്മുടെ മാട് ഗെയിമറിന് ഇത്രയും ബുദ്ധിയുണ്ടോ. ഞാൻ ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴൊക്കെ മനസ്സിലാക്കുന്നത്. അത്രക്ക് പുഴാണവൻ. സാലഡ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വീഡിയോ ഇട്ടേക്കുന്നത്. അവൻ ആ ലെറ്റ്സ് പ്ലേ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു മണ്ട. നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടാ, നിന്നെ ഞാൻ ഒന്നും ചെയ്യലെന്നെങ്കിൽ നീ എന്നെ ചുമ്മാ ചെറിയരുത്. നീ സാലഡ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തത് തെറ്റാടാ. ആ ബംഗാളി ചോദിച്ചത് സാലഡിക്കാന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് സാലഡിക്കാന്ന്. ഒന്നും മനസ്സിലായില്ലല്ലോ, അതുകൊണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, മറ്റേ കത്തണ അമ്പെടുത്തുകൊണ്ട് വരണം, നെറ്റ് വന്ന് വെയിറ്റ് ചെയ്യണം, പിന്നെ വെടിവെക്കാം. പൊട്ടിക്കളഞ്ഞ് ഇപ്പം ഞാൻ എൻ്റെ വ്യൂ മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിന്ന് ബിൽഡൊന്നും ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഞാൻ ലാസൊന്നും ചെയ്യാൻ പോയത് നമുക്ക് 2-3 നാട്ടുകാരെയും വേണ്ടി വരും. ഇവിടെയൊക്കെ ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഐലൻഡിൽ കുറച്ച് അപ്ഡേറ്റ് കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ 10ാമത്തെ എപ്പിസോഡിൽ കാണിക്കും. മിക്കവാറും 15ാമത്തെ എപ്പിസോഡ് എനിക്കിത് ഉണ്ടാക്കേണ്ടതാണെങ്കിൽ ഇത്രയും ബിൽഡ് ഞാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അടുത്ത എപ്പിസോഡ് എനിക്ക് ഒരു സീരീസ് എൻ്റെ ആക്കാം. കാരണം എനിക്കിവിടെ 2-3 ബിൽഡും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഐലൻഡ് നിറയും. എനിക്ക് കൊണ്ടുവരേണ്ട അവിടെ ഒരു ബിൽഡ് വേണം, അവിടെ ഒരു ബിൽഡ് വേണം. ഇവിടെ എല്ലാം ഒരു നിരത്തി ഒരു ബിൽഡെന്ന് തുടങ്ങിയിട്ടുണ്ട് പോലെ. പിന്നെ ഞാനിവിടെ ഒട്ടുമിക്ക സ്ഥലത്തിൻ്റെ അടുത്തും ഓരോ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ സൈൻ ബോർഡൊന്നും ഓരോ ഐറ്റം ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റാണ്. റെസ്റ്റോറൻറ്റ് അല്ല, ഒരു ഹോട്ടൽ മാതിരി ഒരു സാധനമാണ്. ഹോട്ടലും റൂംസും ഒക്കെ ഉള്ളൊരു സാധനം പോലത്തെ ഒരു സാധനമാണ്. ഇതിനാണ് ഞാൻ 3 നില പറഞ്ഞ ഈ ഒരു ബിൽഡിങ്സിൽ 2 ബിൽഡിങ്ങിന് 3 നിലയുള്ളൂ. ഒന്ന് ദോവാക്കണ്ണ ബ്രൂമിങ് സ്റ്റേഷനും ഒന്ന് എൻ്റെ ഈ റെസ്റ്റോറൻറ്റ്. അവിടെ ഞാൻ ചിക്കൻ്റെ കാല് വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു ചിക്കൻ്റെ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുവാന്ന് ഞാൻ അടുത്ത എപ്പിസോഡിലേ പറയുന്നുള്ളൂ. ഇതൊന്നും എനിക്കിപ്പോൾ പറഞ്ഞ് തീർക്കാൻ സമയമില്ല. ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ ഇട്ട് ഇത് VIPസിന് ഇരിക്കാനാണ്, അതായത് എന്നെ പോലുള്ളവർക്ക്. ഇത് സാധാരണ പൊട്ടൻ വില്ലേജർക്ക് ഇരിക്കാനാണ്. ഇതിൻ്റെ മേളിലോട്ട് കയറി കഴിയുമ്പോഴാണ് ഇവിടെയാണ് ഞാൻ റിസപ്ഷൻ സെറ്റ് ചെയ്യാൻ പോണത്. താഴെ സെറ്റ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഇതൊരു റൂമാണ്. നമ്മൾ ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇതൊരു പാവപ്പെട്ടാന് വേണ്ടിയുള്ള റൂമാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബെഡും പിന്നെ ഒരു ടേബിളുമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ 3ാമത്തെ നിലയിലാണ് VIPസിന് വേണ്ടി വെച്ചേക്കുന്ന റൂം. നമ്മളിപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ VIPയുടെ റൂം എത്തി. നമ്മളിത് തുറക്കുന്നു. ഇതിൻ്റെ അത് ഇത്രയും സാധനങ്ങളുണ്ട്. ഒരു ബെഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ഫർണസ്, പിന്നെ കുറച്ച് ബാരൽ. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചാരിയൊക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഞാനവിടെ ചെയ്തു വെച്ചേക്കുന്ന ബിൽഡ് എനിക്ക് കാണിക്കണമെന്നുണ്ട്. ബട്ട് എനിക്ക് അവിടെ കാണിക്കാൻ സാധിക്കില്ല. സങ്കടകരമായ വാർത്ത. വേണമെങ്കിൽ ഞാൻ ഈ ഒരു സാധാ വില്ലേജറിൻ്റെ വീട് കാണിച്ചു തരാം. ഇതൊരു നോർമൽ വീടാണ്. ഇവിടുത്തെ പണി നടക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് നിർത്തിയേക്കാണ്. ഇങ്ങോട്ടൊരു സ്റ്റെയർ വെച്ച് വേണം നമുക്ക് സെറ്റാക്കാൻ. ഉടനെ നമ്മൾ ബാക്കി ചെയ്യും. എനിക്ക് ഇത്ര പറയാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ശൂന്യമാണ്, 0. ഇതൊക്കെ എന്താണ് എൻ്റെ പൊട്ടത്തരങ്ങളാണ് ഗൈസ്. ഞാൻ ചെയ്തു വെച്ചിരുന്നത് ഞാൻ ആ ഇൻവെൻട്രി ക്ലിയർ ചെയ്തപ്പോൾ ഇവിടെയൊക്കെ വന്ന് വീണേ. ഞാൻ ഇട്ടതാണ് പൊട്ടൻ. എന്ത് കാണുമോ? അപ്പോൾ കത്തിപ്പോയോ? ജല്ലി ഓട്. ഞാൻ കത്തിപ്പോയോ ഗൈസ്? ഞാൻ കത്തിപ്പോയി. പിന്നെ എൻ്റെ വീട്ടിൽ പുതിയതായിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫാമിൽ കുറച്ച് അപ്ഡേറ്റ് ഉണ്ടെന്ന്. ഫാമല്ല, എൻ്റെ ഒരു ഫാർമറിൻ്റെ വീട്ടിൽ. അവിടെ ഞാനൊരു സൈൻ ബോർഡ് വെച്ചിട്ട് വീറ്റിൻ്റെ പടം കൊടുത്ത് ഇവിടെ ആയിട്ട് കുറേ ഹേവേൽ വെച്ച് താഴത്തായിട്ടൊരു ബെഡ്, പിന്നെ 3 ബാരൽ. ഞാൻ ഈ ബാരൽ വെച്ചതിന് കാര്യം ഇത് സ്പ്രൂസ് ആയിട്ട് ചേർന്നു. പിന്നെ ഇവിടെ ഒരു കമ്പോസ്റ്റർ. പിന്നെ ഞാനിത് ഇച്ചിരി ഇവിടെയൊക്കെ സ്റ്റോൺ ബ്രിക്കാണ് വെച്ചത്. അത് കാണാൻ ഇച്ചിരി കൂടി ഭംഗിയുണ്ട്. പിന്നെ ഇതെൻ്റെ വിൻഡ് വില്ല്. ഞാനിത് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ കാണിച്ചായിരുന്നു. ഇത് വർക്കിംഗ് അല്ല, അടിച്ചു പോയ സാധനമാണ് കേട്ടോ.
ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു മണുകുണാഞ്ചും പില്ലേജർ വന്ന് തല്ലിപ്പൊളിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഈ സിറ്റി ഈ വില്ലേജ് റീബിൽഡ് ചെയ്യാണ്. ഇത് കാണുമ്പോൾ ഒറ്റ ബിൽഡിംഗ് ഇങ്ങോട്ട് വന്നില്ലേ ഗൈസ്, ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ ഇത് ഒറ്റ ബിൽഡായിട്ട്. ചിലവർക്കെങ്കിലും ഇത് ഏത് ബിൽഡാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ജനലിൽ കൂടിയൊക്കെ നോക്കിയവർക്ക് ഇതെന്ത് ബിൽഡാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു ഇത് കാണിച്ചു തന്നെ പറഞ്ഞുതരാം. ഇത് ബ്ലാക്ക് സ്മിത്ത്. ഇതിൻ്റെ ഉള്ളൊന്നും ഞാനിപ്പോൾ കാണിക്കൂല. എനിക്കിതൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നൈറ്റ് ആവുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് കരുതുന്നൊരു കാര്യമാണ് എൻ്റെ വീടിൻ്റെ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെന്ന്. എപ്പോഴും അമ്മേ ശിവനെ എന്താ ശിവനെ ഞാനിപ്പോൾ ചാവും. അയ്യോ ഞാൻ കയറും. ശിവലുണ്ടല്ലോ അപ്പേ ഇതെന്താ പൊട്ടാത്ത, കയറാനും പറ്റുന്നില്ല. ഞാൻ എന്തോർത്തിട്ടാണ് ഈ ഒരു ഒറ്റ ബ്ലോക്ക് ഹൈറ്റിലൊക്കെ കയറ്റി വെച്ചത്. ഷോട്ട് എൻ്റെ ഡൊട്ട് എന്ത് 16 ഡൊട്ടും കയ്യിലോട്ട് എടുത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് മൊത്തം ഉറുമ്പാണല്ലോ. ഓക്കെ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം ഐലൻഡിൽ വല്ല പണിയും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മുടെ ഹോം ഐലൻഡിലോട്ട് പോട്ടെ. ഞാൻ എന്നിട്ട് വല്ല പണിയും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇത് ഞാൻ ഇതിലാണ് ഇട്ടേക്കുന്നത് പീസ്ഫുള്ളി. അതിന് കാരണം വേറെ ഒന്നും എൻ്റെ ആവശ്യമില്ല ഗൈസ്. ഇവിടെ ഇതാണ് എൻ്റെ തേനീച്ചക്കൂടി. ഇത് ക്ലിയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇവന്മാർക്ക് തേൻ വെക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചു ഗൈസ്. ശരിക്കും ക്യാമ്പ് ഫയറിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു എനിക്ക്. അത് ഞാൻ ഇവിടെ വെച്ചേക്കണം ഒരു ഭംഗിക്ക്. നമുക്ക് ആ ക്യാമ്പ് ഫയർ പൊട്ടിച്ചെടുത്താൽ മറ്റേ ചാർക്കോൾ എങ്ങാണ്ട് കിട്ടത്തുള്ളൂ. അതാ പ്രശ്നം. നമ്മൾ എവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് ഇവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുക. ഒരു കൊച്ചു പ്ലാനുള്ളത്. നമ്മളിവിടെ തന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യും. ഇവിടെ തുണ്ടുപോയി ഇന്ന് രാത്രി നമുക്ക് ഇതൊക്കെ ഉള്ളയാ. നീ അവിടെ തന്നെ ഇരുന്നു. തുണ്ടുപോയി ഉണ്ട്. വീടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തുണ്ടു നേരി കാണിക്കും. നീ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിരുന്നത്, കുറേ പേരല്ല നമ്മുടെ മാഡ് ഗെയിമർ പറഞ്ഞത് ഒച്ചയൊന്നും കേൾക്കുന്നില്ലെന്നാണ്. അതിന് വേണ്ടി ഞാൻ ബ്ലൂടൂത്ത് വെക്കാണ്ടാണ് വന്നേക്കണത്. കേട്ടോ കേട്ടോ. അതായിരിക്കുന്നതാണ് അറിയാവോ, സായിരിക്കുന്നതാണ് അതിൽ ഇതായിരിക്കുന്നതാണ്. ഇതാണ് ദേവ അണ്ണൻ. ഇവനാണ് ഞാൻ പറഞ്ഞ എൻ്റെ പച്ചത്തത്ത. ഞാൻ ഇവന് വേണ്ടി എൻ്റെ ജംഗിളിൽ പോയേണ്ടി വന്നു ഇവന് വേണ്ടി മാത്രം. എൻ്റെ പിന്നെ വീടിൻ്റെ അകത്തുള്ളതെല്ലാം നിങ്ങൾ കണ്ടുവന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കേസ് ഞങ്ങൾക്കൊരു ഫാക്റ്റും കൂടി പറഞ്ഞുതരാൻ വേണമെങ്കിൽ. ഇതെന്ത് ഇത് കട്ടനാണ് അതിൻ്റെ അല്ലേ. ഒരു ഫാക്റ്റും കൂടി പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഉണ്ടല്ലോ ഒരു ലാവ ബക്കറ്റ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സാക്ക് ബ്ലോക്ക് വേണേലും സ്മെൽറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു സാക്ക് അയണം കൊണ്ട് വന്നു റോയാൻ, അത് നിങ്ങൾക്ക് വേറെ ഒന്നും വെക്കാണ്ട് ഇത് വെച്ച് തന്നെ സ്മെൽറ്റ് ചെയ്യാം. ഇത് വെച്ച് തന്നെ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം ഏകദേശം ഈ 100ാമത്തെ ദിവസം പോലും ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഇത് ഞാൻ ഇവിടെ അല്ലായിരുന്നു. നേരെ മറിച്ച് എൻ്റെ മറ്റേ ഐലൻഡിലായിരുന്നു കേട്ടോ. അതായത് എൻ്റെ വില്ലേജിലായിരുന്നു. ഇനി നമുക്ക് മേളിൽ കയറുമ്പോഴാണ് ഒരു സാധനം ഉള്ളത്. ഈ ഒരു ഷെയർ എൻ്റെ ഷെയർ കാണുന്നില്ല ഗൈസ്. ഞാൻ ഈ നേരത്തെ എത്തപ്പോൾ അതൊന്ന് പോയി ഗൈസ്. എൻ്റെ ഷെയർ പോയി. ഞാൻ ഇങ്ങോട്ട് മാറ്റുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഷെയർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഷെയർ പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് എന്തായാലും സ്റ്റിക്ക് നമുക്ക് കുറേ വേണ്ടി വരും. സ്റ്റിക്ക് നമ്മുടെ വുഡ് വെട്ടിക്കകത്തുണ്ട്. വുഡ് വെട്ടി എന്ത് സ്റ്റിക്കില്ല. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത്. ഞാൻ ഇതിൻ്റെ അകത്തൊക്കെ സ്റ്റിക്ക് വെച്ചിരുന്നത്. ഇനി ഇതെന്ത് കഴിച്ച് ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നു കാണാണ്ട് പോകുന്നു. എന്തൊരവസ്ഥ, എന്തൊരു ഇങ്ങനെ. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 3 എണ്ണം എടുത്തേക്കാം. നമുക്ക് സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇത് പാവം പിടിച്ചാനില്ലേ ഞാൻ. എന്ത് ഊഹിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് ക്യാമ്പ് ഫയർ കിട്ടുക. അതെ ക്യാമ്പ് ഫയറിന് എപ്പം ഞാൻ 6 എണ്ണവും കൊണ്ട് വരണമായിരുന്നു ഗൈസ്. ചുരുക്കി പറഞ്ഞ രാത്രി ആവുന്നുണ്ട്. നമുക്ക് പോകാനുള്ള സമയമാവുന്നുണ്ട്. നമുക്കപ്പോൾ ഈ ക്യാമ്പ് ഫയർ ക്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് പോകാം. അതാണ് ഞാൻ പറയുന്നത്. വീണ്ടും 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതാവും. 3 സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്താൽ പോരെ. ഞാനിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാം. സമയമില്ല, വേഗം ചെയ്യില്ല. രാത്രി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പാടാന്നല്ല. പ്ലാങ്ക് വേണം. ഒരു പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്തില്ലേ. 8 ആയിപ്പോയി. ചീറ്റ് സാരമില്ല. നോക്കി ഇത് 4 എണ്ണം ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാമ്പ് ഫയർ സെറ്റ്.
നമുക്ക് വേഗം പോയി ക്യാമ്പ് ഫയർ എന്ന് വെച്ചേക്കാം. എന്തായാലും ഹോസ്റ്റൽ മൂവ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ നൈറ്റ് ആകുമ്പോൾ ചാടിപ്പോണ ശീലിച്ച കാര്യം, ചാടിപ്പോണല്ലേ ഒക്കെ നമുക്ക് ഇവിടെ ഇട്ട് ക്യാമ്പ് ഫയർ പ്ലേസ് ചെയ്യാം. കൊള്ളാം. ഇവിടെ പോകണം. നമുക്ക് ഇവിടെ 2 ചെയറോ അല്ലെങ്കിൽ മറ്റേ ഞാൻ കുഞ്ഞു സാധനം ഇടാം. ഓക്കെ, ഇതൊക്കെ പോകാൻ സമയം നൈറ്റായി. നമ്മളിനി അത് കത്തിക്കണം. കത്തിക്കും പപ്പാനിയെ കത്തിക്കും പപ്പാനിയൊന്നുമില്ല. ശേഷം തെറ്റി വെച്ചേക്കണത് മിക്കവാറും ഞാനിരിക്കണം ഐലൻഡ് മൊത്തം പൊട്ടിത്തെറിക്കും. ഇത്രയും TNT എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കിയൊന്നുമില്ല, കണ്ണി കണ്ട TNT എല്ലാം എടുത്ത് വെച്ച് എൻ്റെ എക്സ്പ്ലോഷൻ കൂടി ഞാൻ ഇന്ന് കേൾപ്പിക്കും. കേസ് വോളിയം ഫുള്ളി വെച്ചേക്കുന്നവരുടെ ഡിസ്ക്ലൈമർ. എൻ്റെ പോയി ആരോഗ്യ എവിടെ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എടാ നീ എന്താണ് ഇവിടെ? പുറത്തു പോടാ. ഞാൻ ഷീറൊക്കെ എടുത്തോണ്ട് വരാം. നീ പോ ഇവിടെ നിനക്ക് ഇവിടെ പോടാ. ഈ സോമനൊക്കെ ഉണ്ട്. പോയി ഞാൻ ഇപ്പോഴാണ് ഓർത്ത് എൻ്റെ മഞ്ഞ ഷൾക്കറിൻ്റെ അകത്ത് ഇതല്ല ഇരിക്കുന്നത് കണ്ടോ. എൻ്റെ ഷീറും എല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ തപ്പിടക്കി ഇത്രയും നേരം കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതങ്ങോട്ടെടുക്കുക. ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് റോക്കറ്റ് ആവശ്യമാണല്ലോ. ഇതിലൊരു പോയിസൺ ആരോ ഉണ്ട്. പോയിസൺ അല്ല, ഊസിങ്ങിൻ്റെ ആരോ ഉണ്ട്. നമുക്കത് ഉടനെ യൂസ് ആവും. നമുക്കപ്പോൾ നമ്മുടെ മറ്റിവിടെ പോകണം. ഇപ്പോൾ പീസ്ഫുള്ളി കിടക്കുന്നതുകൊണ്ട് എൻ്റെ XP ഫാമോ മോബ് ഫാമോ എന്തുവായിരുന്നു ഞാനിങ്ങനെ പറയുന്ന മറന്നുപോയി. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഒരു സാധനം വർക്കാവേല. ഞാൻ എടുത്ത് ചെന്നിടിച്ച് സാരമൊന്നുമില്ല. ഇത് ഡാർക്കായിട്ട് കാണുമ്പോൾ എന്തോ ഒരു ഇത്. അപ്പോൾ ഈ ഒരു വേണ്ട ഇവിടെ കൊണ്ട് ഞാൻ വേറെ ബോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ കിടക്കുന്നുണ്ട്. ഓരോ സാധനം മണക്കോടെ കിടക്കുന്നു. നേരത്തെ ഡ്രോൺ വല്ലതും കൊണ്ടിരിക്കും അതിനൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം ഇങ്ങോട്ടേക്ക് പോവാം. അനിയാൻ വന്ന് ചാർജർ ചോദിച്ചാണ് ഗൈസ്. അല്ലാണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇല്ല. നമുക്ക് വേഗം പോവാം. ഇവിടെ ഇത്രയൊക്കെ കിടക്കുന്നത്. അയ്യോ എൻ്റെ ചെതറിയാ. എൻ്റെ ബോണൊക്കെ കിടക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദർ കയറി കളിച്ചെന്ന് തോന്നുന്നു. ഇതിനെ ആ കൊച്ചേർക്കിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വേൾഡ് ഒന്നും കളിക്കല്ലേ. ഇതിൻ്റെ അകത്ത് ആരും ഇല്ലേ? ഷേറ്റ്. എനിക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഓപ്പണിൻ്റെ അകത്ത് ആരും ഉണ്ടോ? ഈ ഐഡിയും കരുതി ഞാൻ ചിലപ്പോൾ സോമ്പിയൊക്കെ ഒന്നും കിട്ടുക. ഇവിടെ ഒരു സ്ഥലത്തിന് അടുപ്പിച്ചാവാറായത്. എനിക്കൊന്നും ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന അവനെടുത്ത് വാങ്ങിയാണ്. ഞാൻ 2-3 സാക്ക് എടുത്ത് വെക്കുന്നതാണ് ആരും. കാരണം ഇവിടെ നിന്ന് ഒത്തിരി കിട്ടിയായിരുന്നു എനിക്കൊന്നും മോഡ് ഒത്തിരിയൊന്നും വർക്കാകത്തില്ല. ഇനി ഇങ്ങോട്ട് വരാറില്ലല്ലോ. AFK ചെയ്യുന്നാലല്ലേ കേസ് കിട്ടത്തുള്ളൂ. അതിൻ്റെ നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോകാത്ത എത്തി. ഇവിടെ ചുമ്മാ ഉണ്ടാക്കിയിട്ടേക്കുക ഹാർബർ. ഇപ്പം ബോയായിട്ടുണ്ട്. എൻ്റെ ഒരു ബോയേ ഉള്ളു. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്ത് ഇൻഫിനിറ്റ് അടി ചെയ്തേക്കുന്നതുകൊണ്ട് വരെ നടക്കും. നോക്കട്ടെ. ഇൻഫിനിറ്റ് അടി ചെയ്തേക്കൊണ്ട് നടക്കും. ഒരു കുഴപ്പമില്ല. എൻ്റെ ആ ഒരു ബോ എൻ്റെ തന്നെ ഉണ്ട്. നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് എന്ത്? രാത്രിയായി. നൈറ്റ് സ്കിപ്പ് ആവുന്നതിന് മുമ്പ് നമുക്ക് പോകണം. 10 മിനിറ്റ് ഇടും നമുക്ക് നൈറ്റ്. നമുക്ക് വേഗം ഇവനെയും കൊണ്ട് പോകാം. വാ തോളെ കയറുവാ. ഒന്ന് കയറി നമുക്ക് പോവാം. നീ എവിടെ? തുണ്ടു വാടാ. തുണ്ടു ഞങ്ങളെ തിന്നാൻ തരാം. നീ വാ. ഈ തല കുലിക്കൊന്നും കാണിക്കണ്ട. എനിക്ക് അങ്ങോട്ടാണോ പോകേണ്ടത്? ഇവിടെ കൊണ്ടുപോവാ. നമുക്ക് പോകാം. നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുക. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മൾ പപ്പാനിയെ പൊട്ടിച്ചാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇവിടെ എൻ്റെ ദത്തണ്ണൻ ഇവിടെ ഉണ്ട്. തുണ്ടുണ്ട്. ദേടാ നമ്മളെത്തിയടാ. നമ്മളെത്തി. ഇതാണ് സാധനം. ഇതാണ് ഞാൻ പണിഞ്ഞു വെച്ചേക്കണത്. ഇവന്മാരെയൊക്കെ സേഫ് ആക്കണമല്ലോ. ഇവിടെ TNT ഒക്കെ പൊട്ടിത്തിരിക്കും. തുണ്ടു ഇവിടെ ഇങ്ങോട്ടാ. ഇവിടെ വാ. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കിയേ. തുണ്ടു ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഇല്ല വേണ്ട. ഇനി ഇച്ചിരി കൊണ്ട് നീക്കി വെക്കട്ടെ. ഇല്ല നിനക്കും എല്ലാം പറ്റിയല്ല. നിനക്കൊന്നും പറ്റാൻ പാടില്ല. സുധീനെ പറ്റിയ പോലെ ആയിപ്പോ. വേണ്ട, എനിക്ക് നിന്നെ നഷ്ടപ്പെടണ്ട. നമുക്ക് 2-3 ഓക്ക് പ്ലാങ്ക് വേണ്ട പൊട്ടിത്തെറിച്ച.
പണിവിട്ടു. നമുക്കിവിടെ നീ ഓടിരിക്കും നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്, നീ ചാട്. ഇല്ലാണ്ടോ ഈ കളച്ച് വന്നിരുന്നത്. അങ്ങോട്ട് നോക്കിക്കോണേ. നമ്മൾ പപ്പായെ കത്തിക്കാൻ വീണ് എല്ലാവരും ഹാപ്പി ക്രിസ്മസ് വരെ റെഡി ആയിക്കോ. രാത്രി 12 മണിക്ക് പപ്പാനെ കത്തിക്കുന്നു. ഗസ് നമ്മൾ തീ വിട്ടിട്ടുണ്ട്. ഇനി പൊട്ടിത്തെറിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കാം. ഷീൽഡ് കത്താത്തെന്താണ് ഗസ്? എനിക്കെന്നോടെ എഞ്ചിൻ ചെയ്യാം. രണ്ടുകൂടെ തീ അങ്ങോട്ട് വിടാം. കത്തുന്നില്ലല്ലോ. കുറേ നേരം വിടുന്നു. തുണ്ടു നീ അവിടെ തന്നെ ഇരിക്കും, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇത്ര നേരം കിട്ടുമ്പോൾ കൂടുതൽ കത്തുന്നില്ലല്ലോ ഗൈസ്. എനിക്ക് വേറെ ഐഡിയ. ഒരു മിനിറ്റ്, ഞാനേ ഒരു ഫ്ലിൻ്റ് ഒപ്പിച്ചിട്ട് ദേ വരുന്നു. ഞാൻ ഒരു ഫ്ലിൻ്റ് ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പരിപാടി ഇപ്പോൾ കണ്ടുപോകാൻ നിങ്ങൾ അത് കത്തിക്കും. ഇവിടെ ചെറുത്തോട്ട് വലിയ ഒരു തീ അങ്ങോട്ട് കൊടുക്കുക. ഓടിക്കോ TNT ഉള്ള വേഗം ഓടിക്കോ. എന്ത് റിയാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അതെങ്ങനെ അതെങ്ങനെ റിയാക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കുന്നു. അവിടെ കത്തിക്കുന്നില്ലേ? എനിക്ക് അതിൻ്റെ അകത്തുള്ള TNT ആണോ കത്തിയേ? ഈ ഒരു സാധനം അടുത്ത് നിന്ന് കത്ത് കത്തി അത് കത്തിയതായിരുന്നു. കത്തുന്നു. ഞാൻ വെള്ളത്തിൽ നിൽക്കണോണ്ടാണോ ഇനി കത്താത്തത്? കുറച്ച് ബ്ലോക്ക് ചെയ്യട്ടെ. ഒരു ബ്രിഡ്ജ് ചെയ്ത് ഞാനിത് കത്തിക്കാൻ നോക്കിയിട്ട് കത്തി ശിവനെ കത്തിയിട്ടുണ്ട്. നമുക്ക് നീസിനെ നോടാ വെളുപ്പിരിയാവുന്നു. ഈയിടെ നീ തുണ്ടൂനെ കൂടെ ആയിരുന്നു വെച്ചിരുന്നു. നീ എൻ്റെ പുറകിലുണ്ടോടാ? തൊത്തണ്ണ അത് പൊട്ടിയില്ല. നമുക്കത് ഫുള്ള് ഇന്ന് കത്തിച്ചിട്ട് വരാൻ തൊത്തണ്ണ. ഇതിലൊത്തിരി റിസ്ക് എലമെൻ്റ് ഉണ്ട്. ആരും ഇത് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും കത്തും, നിങ്ങളുടെ മൈൻക്രാഫ്റ്റും കത്തും. എനിക്ക് അത്രേ പറയാനുള്ളൂ. നോക്കാം ഇവിടെ ശരിയാവില്ല. ബ്ലോക്ക് ചെയ്യുക. ഗസ് TNT കൊളുത്തി വാങ്ങാൻ പോടാം. ക്രിസ്മസിന് നമ്മളത് പൊട്ടിച്ച് ഗൈസ്. അതെ, നമ്മളങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട്. വളരെ ഫ്ലോപ്പായിട്ടുള്ളൊരു ക്രിസ്മസാണ് ഞാനിവിടെ ആഘോഷിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങിയ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ ചുമ്മാ ഇരുന്നപ്പോഴേ കരോളൊക്കെ കേൾക്കുന്നു. കരോള് വന്നു നമ്മുടെ ഇവിടെ. അത് കണ്ടപ്പോഴത്തേക്കും തുണ്ടു അങ്ങ് വരയ്ക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ പറഞ്ഞ തുണ്ടു ഉണ്ടായിരടാന്ന് പറഞ്ഞ് തുണ്ടൂരെ കൊണ്ട് ഉണ്ടാതിരിപ്പിച്ച്. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം തുണ്ടു വെറുതെ ഇരുന്നു. അല്ലേടാ തുണ്ടു വേടാ നമുക്ക് പോവാം. നമ്മൾ തിരിച്ചു വരികയാണ്. നമ്മുടെ വേൾഡിലെത്തി. എത്തില്ല. ഇവിടെ തുണ്ടുവിടറായി ഇട്ടിട്ട് വന്നു. തുണ്ടു എവിടെയാണ്? നോക്കിയിട്ട് വരാം. തുണ്ടു ഇവിടെ വന്നടാ, വേടാ വേറുണ്ടോ? നമുക്ക് പോകാം. ഇപ്പം ഞാൻ തുണ്ടൂനെ മിസ് ചെയ്തേനെ. ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ തുണ്ടൂനെ മറന്ന് പോകത്തില്ല ദേശം. ഇത് തുണ്ടു ദേ വന്നു. എൻ്റെ തുണ്ടു വേടാ. നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി എല്ലാം അവസാനം ചെയ്യാം. അല്ലേ വേണ്ട, നീ എൻ്റെ കൂടെ ഈ സ്ഥലത്ത് തന്നെ നടന്നു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നീ ഉറങ്ങ് ഇവിടെ ഒന്നുമില്ലടാ പറഞ്ഞേ ഇറങ്ങടാ. ഇതെന്താണ് ചേച്ചി ഇത്രയും വാശി? നിങ്ങളോട് എനിക്ക് അവനും വാശിയ ഇറങ്ങി ദേവാണോടി ഞാൻ കേട്ടോ. എന്ത് 6 കിലോമീറ്റർ അടിയുള്ളൂ. താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. രണ്ടുപേരും ഉണ്ടായിരുന്നോ ഞാൻ അങ്ങോട്ടോ.
ഞാൻ എൻ്റെ വ്യൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതും ഭയങ്കര ലോങ് ആയിപ്പോയി. ഞാൻ ഇത് ഇച്ചിരി ലോങ് ആക്കാതിരിക്കാനായിരുന്നു നോക്കിയത്, ബട്ട് ഇതും ലോങ് ആയിപ്പോയി. സാരമില്ല, നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ആ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്കൊക്കെ